പിന്നെ ജീവാത്മാക്കൾ അവർ ശരീരമല്ല ആത്മാവായിട്ടും എന്തുകൊണ്ട് അവർ ഇതിൽ മുങ്ങിപ്പോകുന്നു? കാരണം എന്താ? അവർ ആരാണെന്ന് അവർ തിരിച്ചറിയുന്നില്ല എന്ന് പറയുന്നു. അതിനൊരു ഉദാഹരണം നൽകുന്നു. എങ്ങനെയാണോ നമ്മൾ സ്വപ്നത്തിൽ പല പല കാഴ്ചകളും കാണുന്നു, സ്വപ്നത്തിൽ നമ്മുടെ തല അറുത്തു പോകുന്നതായിട്ട് നമ്മൾ ഉദാഹരണമായിട്ട് നമ്മളൊരു സ്വപ്നം കാണുന്നു. നമ്മൾ ഉറങ്ങിക്കിടക്കുമ്പോൾ നമ്മുടെ തല ആരോ അറുത്തു എന്ന് കാണുന്നു. തല അറുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എങ്ങനെയാണ് കാണാൻ കഴിയുക, അല്ലേ? പക്ഷേ നമ്മൾ കാണുന്നു തല അറുത്തു പോകുന്നതായിട്ട്. അതിൻ്റെ അർത്ഥം എന്താ? നമ്മളുടെ തല അറുത്തിട്ടില്ല, നമ്മൾ ശരീരമല്ല, സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇതേപോലെയാണ് നമ്മുടെ ജീവിതത്തിൽ പലതും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു, പലതും കേട്ടുകൊണ്ടിരിക്കുന്നു. പക്ഷെ ഇതെല്ലാം സ്വപ്നം പോലെയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. വേറൊരു ഉദാഹരണം കൂടെ നൽകി. ചന്ദ്രന്റെ പ്രതിബിംബം നദിയിൽ കാണുമ്പോൾ ആ നദിയുടെ ഒഴുക്കിൽ ചന്ദ്രനും അനങ്ങുന്നതായിട്ട് നമുക്ക് തോന്നും. പക്ഷേ ചന്ദ്രൻ അനങ്ങുന്നില്ല, ഇത് ചന്ദ്രന്റെ പ്രതിബിംബമാണ്. അതേപോലെ ആത്മാവ് ഒന്നിലും ബന്ധപ്പെടാതെ നിൽക്കുന്നു. ശരീരത്തിൽ വരുന്ന സുഖം, ദുഃഖം, മനസ്സിൻ്റെ വിഷമങ്ങൾ, ഇതൊന്നും ആത്മാവിനെ ബാധിക്കുന്നില്ല. കാരണം ഈ ശരീരവും ഈ മനസ്സും ഒരു നദിയെ പോലെയാണ്. ആത്മാവിൻ്റെ പ്രതിബിംബമാണ് ഈ ശരീരം എന്ന് പറയുന്നത്. അന്നേരം ആത്മാവ് ചന്ദ്രനെ പോലെ ഇതിൽ നിന്ന് മാറി നിൽക്കുന്നു. ചന്ദ്രന്റെ പ്രതിബിംബം എങ്ങനെയാണോ നദിയിൽ കാണുന്നത്, അതേപോലെ ആത്മാവിൻ്റെ പ്രതിബിംബം, നമ്മൾ സംസാരിക്കുന്നതും ചിരിക്കുന്നതും കരയുന്നതും എല്ലാം ആത്മാവിൻ്റെ പ്രതിബിംബമാണ്, റിഫ്ലക്ഷനാണ്. പക്ഷെ യഥാർത്ഥത്തിൽ ഈ ശരീരമായിട്ട് ഒരു ബന്ധമില്ലാതെ ആത്മാവ് അകത്തിരിക്കുകയാണ്. ഈ ശരീരത്തിൻ്റെ മാറ്റങ്ങളൊന്നും ആത്മാവിനെ ബാധിക്കുന്നില്ല. എങ്ങനെയാണോ ഒരു നദിയിലെ പ്രതിബിംബത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ, അതൊന്നും ചന്ദ്രനെ ബാധിക്കുന്നില്ല, അതേപോലെ പുറമേയുള്ള ഈ മാറ്റങ്ങളൊന്നും യഥാർത്ഥത്തിൽ ഇതിനകത്തിരിക്കുന്ന ആത്മാവിനെ ബാധിക്കുന്നില്ല. ആ ആത്മാവാണ് നമ്മൾ എന്ന് നമ്മൾ മനസ്സിലാക്കണം. പക്ഷേ അത്ര എളുപ്പമല്ല മക്കളെ ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ. അതാണ് മൈത്രേഷി പറയുന്നത്, അല്ലേ? മൈത്രേഷി എന്താ പറയുന്നത്? എളുപ്പമല്ല. എത്ര ചന്ദ്രന്റെ ഉദാഹരണം നമ്മൾ പഠിച്ചാലും മായയുടെ നെറ്റ്വർക്കിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയില്ല. ഒരേ ഒരു വഴിയേ ഉള്ളൂ. എന്താ? സവൈ നിവൃത്തി ധർമ്മേന. നമുക്ക് വിരക്തി വരണം. എങ്ങനെ? ധർമ്മത്തിലൂടെ. എങ്ങനെ? വാസുദേവ അനുകമ്പയാ. വാസുദേവന് നമ്മളോട് കാരുണ്യം തോന്നും, എങ്കിലേ രക്ഷയുള്ളൂ. കാരുണ്യം തോന്നാൻ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഭഗവത് ഭക്തി യോഗേന, ഭക്തി പരിശീലിക്കണം. തിരോധത്തേ ക്ഷണേറിഹ. അങ്ങനെ ഭക്തി പരിശീലിച്ച് നാമം ജപിച്ച് മുന്നോട്ട് പോകുന്നതിനനുസരിച്ച് വിരക്തി വർദ്ധിക്കും, ഭഗവാനോടുള്ള ആസക്തി വർദ്ധിക്കും. എന്നിട്ട് ഭൗതിക മായ പ്രലോഭനങ്ങളോടുള്ള ആസക്തി കുറയും. അതാണ് മനസ്സിലാക്കേണ്ടത്.